ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വിധിയുമായി ഹൈക്കോടതി. ഇന്ത്യയിൽ ഒരു സ്ത്രീയും നഗ്നയായി ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഭർത്താവിനെതിരെയുള്ള കൊലപാതക കുറ്റം തെളിയിക്കാൻ ഇത് മതിയായ കാരണമാണ്. കണ്ണൂർ സ്വദേശി ഷമ്മി കുമാറിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ശരിവച്ചാണ് ഹൈക്കോടതി നിരീക്ഷണം. Suspicion is a disease. If it is not treated, one becomes blind and the consequence will be disastrous. സംശയം ഒരു രോഗമാണ്. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ഒരാൾ അന്ധനാകും. അനന്തരഫലം വിനാശകരമായിരിക്കും. കേരള ഹൈക്കോടതിയുടെ ക്രിമിനൽ അപ്പീൽ നമ്പർ 1193/2017 എന്ന കേസിലെ വിധി പ്രസ്താവം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഭാര്യയെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയെന്ന കേസിൽ IPC 302 വകുപ്പ് പ്രകാരം ഭർത്താവിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതിയുടെ ഉത്തരവ് ശരിവച്ചാണ് കോടതി ഇങ്ങനെ പറഞ്ഞത്. ഭാര്യയെ നിരന്തരം സംശയിച്ചിരുന്ന ഭർത്താവും കുടുംബവും അവളെ കൊലപ്പെടുത്തി. പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു. പ്രതികൾക്ക് കടുത്ത ശിക്ഷയും ലഭിച്ചു. ഇതിനെതിരെ അപ്പീലുമായി ഹൈക്കോടതിയിലെത്തിയപ്പോൾ ജഡ്ജിമാർ നടത്തിയ സുപ്രധാന നിരീക്ഷണം. പുറത്തുനിന്ന് പൂട്ടിയ ലോഡ്ജ് മുറിയിൽ നഗ്നമായ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമല്ല, ആത്മഹത്യയായിരുന്നുവെന്നാണ് പ്രതി വാദിച്ചത്. എന്നാൽ സാധാരണയായി ഇന്ത്യൻ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നഗ്നത മറയ്ക്കാറുണ്ടെന്ന് ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് C പ്രദീപ് കുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യയായി കണക്കാക്കാനാകില്ലെന്നും കോടതി കണ്ടെത്തി. കൂടാതെ പോലീസ് സർജന്റെ തെളിവുകളും കോടതി പരിശോധിച്ചു. ഭർത്താവും മറ്റൊരു പ്രതിയായ ഭർത്താവിന്റെ മാതാവും മരിച്ച സ്ത്രീയുടെ ചാരിത്രത്തെ സംശയിച്ചിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികൾക്കെതിരെ പ്രത്യക്ഷ തെളിവുകളില്ലെന്നും തെളിവ് നിയമപ്രകാരമുള്ള അനുമാനങ്ങളും ലാസ്റ്റ് സീൻ തിയറിയും ഉൾപ്പെടെയുള്ള സാഹചര്യ തെളിവുകളും മാത്രമാണുള്ളതെന്നും പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. സംശയാതീതമായി കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും മെഡിക്കൽ തെളിവുകൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുമായിരുന്നു വാദം. എന്നാൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ച യുവതി നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. യുവതിയെയും മകളെയും രഹസ്യമായി ലോഡ്ജിലേക്ക് കൊണ്ടുപോയത് ഭർത്താവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭാര്യയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇതെന്നും തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്നും സൂചിപ്പിച്ച കോടതി പ്രതിയുടെ ശിക്ഷ ശരിവെക്കുകയായിരുന്നു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.